അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ തജ്വീദ് ലിസാന് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം നോക്കാം. യോജിപ്പിക്കാം. താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം അതിനോട് യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. അതാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, പതിവാക്കൽ മഹത്തായ സുന്നത്താണ്. പതിവാക്കൽ മഹത്തായ സുന്നത്താണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റിലുള്ളത് മുഴുവൻ ഒന്ന് വായിച്ചു നോക്കാം. ഹംസത്തുൽ വസുൽ, ഹ ഉസ്സക്ത, ലൗ അൻസൽന, ഹംസത്തുൽ ഖത്അ, വഖഫ്. അപ്പം ഒന്നാമത്തത് ലൗ അൻസൽന എന്നുള്ളതാണ്. അപ്പം ലൗ അൻസൽനയാണ് എന്താക്കല്, പതിവാക്കൽ മഹത്തായ സുന്നത്തുള്ളത്. രണ്ടാമത്തത് മാലിയ എന്നതിലെ ഹ, അതേതാണ്? ഹ ഉസ്സക്തയാണ്. അപ്പോൾ അവിടെ ഹ ഉസ്സക്ത എന്ന ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. മൂന്നാമത്തത് അർ റഹ്മാനി, അർ റഹ്മാനി എന്നതിലെ ഹംസ, അതേതാണ്? ഹംസത്തുൽ വസുലാണ്. അപ്പോൾ അവിടെ ഹംസത്തുൽ വസുൽ എന്നെഴുതുക. നാലാമത്തത് ഫി അഹ്സനി തഖ്വീമിൻ, ഇതിലെ ഹംസ, ഫി അഹ്സനി തഖ്വീമിൻ ഇതിലെ ഹംസ, അതേതാണ്? ഹംസത്തുൽ ഖത്അ ആണ്, ഹംസത്തുൽ ഖത്അ. അഞ്ചാമത്തത് ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിറുത്തലാണ്. അപ്പോൾ അവസാനത്തിൽ, കലിമത്തിൻ്റെ അവസാനത്തിൽ നിറുത്തലാണ്. എന്തിനു വേണ്ടി? ശ്വാസം വിടാൻ വേണ്ടി. അപ്പം അതിന് പറയുന്ന പേരാണ് എന്ത്? വഖഫ് എന്നുള്ളത്. അവിടെ എഴുതാനുള്ളത് വഖഫ്. ഇനി രണ്ടാമത്തത് ശരി അടയാളപ്പെടുത്താം. ഇപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ശരിയാണെങ്കിൽ അതിന് നേരെ മാത്രം എന്ത് ചെയ്യുക? ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തത് ഹംസിൻ്റെ ഹറുഫിൽ പെട്ടതാണ്. ഹംസിൻ്റെ ഹറുഫിൽ പെട്ടതാണ്. ഹ ആണോ, വാദാണോ, ഹ ആണോ, വാ ആണോ, ഖാഫ് ആണോ? അപ്പം ഏതാണ്? ഹ ആണ്. അപ്പം ഹൻ്റെ നേരെ എന്ത് ചെയ്യുക? ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത് വഖഫ് മുത്ലഖിൻ്റെ അടയാളം. വഖഫ് മുത്ലഖിൻ്റെ അടയാളം അത് ഖാഫാണോ, ത്വാ ആണോ, അല്ലെങ്കിൽ ആ ഖാഫ് ലാമ് എന്ന് ചേർന്ന അതാണോ? ഏതാണ് ശരിയായത്? ത്വാ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ത്വാ എന്നതിന് നേരെ എന്ത് ചെയ്യണം? ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത് ത്വാഇൻ്റെ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്ന മറ്റൊരു ഹർഫ്. ത്വാഇൻ്റെ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്ന മറ്റൊരു ഹർഫ് സ്വാദാണോ, ഷീനാണോ, താ ആണോ? ഏതാണ്? താ. അപ്പം താ എന്നതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 4 ബസുറക്കാരനായ ഖാരി. ബസുറക്കാരനായ ഖാരി നാഫിഉ റളിയല്ലാഹു അൻഹു ആണോ, അബൂ അംർ റളിയല്ലാഹു അൻഹു ആണോ, ഹംസ റളിയല്ലാഹു അൻഹു ആണോ? ഏതാണ്? അബൂ അംർ റളിയല്ലാഹു അൻഹു. അപ്പം അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ ബിലാൽ റളിയല്ലാഹു അൻഹു ആണോ, കഅബ് റളിയല്ലാഹു അൻഹു ആണോ, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണോ? ഏതാണ്? സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അപ്പം അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നുള്ളതാണ്. ചോദ്യം 1, കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിൻ്റെ കൂടെ പറഞ്ഞയക്കപ്പെട്ടവർ. അപ്പോൾ കൂഫയിലേക്ക് കൊടുത്തയക്കപ്പെട്ട മുസ്ഹഫിൻ്റെ കൂടെ പറഞ്ഞയക്കപ്പെട്ടവർ ആരൊക്കെയാണ്? ആരാണ്? അബു അബ്ദുറഹ്മാനി സലമി. അപ്പോൾ അവിടെ അബു അബ്ദുറഹ്മാനി സലമി എന്ന് എഴുതി ചേർക്കുക. ഇനി രണ്ടാമത്തത് അൽ കഹ്ഫ് സൂറത്തിലെ ലാകിന്ന ഹുവല്ലാഹു എന്നത് ഓതേണ്ടത് എങ്ങനെയാണ്? ഓതേണ്ടത് ലാകിന്ന ഹുവല്ലാഹ്. അവിടെ എങ്ങനെയാണ് എഴുതിയത്? ലകിന്ന ഹുവല്ലാഹ് എന്നാണ്. പക്ഷെ അത് ഓതേണ്ടത് എങ്ങനെയാണ്? ലാകിന്ന ഹുവല്ലാഹ്. ഇനി മൂന്നാമത്തത് ഹൂദ് സൂറത്തിൽ ഇമാലത്താക്കി ഓതേണ്ട കലിമത്ത് ബിസ്മില്ലാഹി മജ്റേഹ. അപ്പം അവിടെ മജ്റഹ എന്നുണ്ട്. പക്ഷെ ഇമാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓതേണ്ടത് മജ്റേഹ എന്നാണ്. നാലാമത്തത് സഫറ എന്ന മലക്കുകളോട് കൂടെ സ്വർഗത്തിൽ വസിക്കുന്നവർ.
സഫറ എന്ന മലക്കുകളോട് കൂടെ സ്വർഗത്തിൽ വസിക്കുന്നവർ ഖുർആനിൽ നൈപുണ്യം നേടിയവർ. ഖുർആനിൽ നൈപുണ്യം നേടിയവരാണ് സഫറ എന്ന മലക്കുകളോട് കൂടെ സ്വർഗത്തിൽ വസിക്കുന്നവർ. അഞ്ചാമത്തത്, സൂറത്ത് യാസീനിൽ ശക്ത ചെയ്യേണ്ട കലിമത്ത് അതേതാണ്? മിൻ മർഖദിന. അവിടെ മിൻ മർഖദിന എന്നുള്ളതാണ് എന്താക്കേണ്ടത്? സഖത്ത ചെയ്യേണ്ട കലിമത്ത്. ഇനി നാലാമത്തത്, പൂർത്തിയാക്കാം. അപ്പോൾ താഴെ 3ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൂർത്തിയാക്കി എഴുതാനാണ്. കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വ ഫിഅലിൻ വ നിയ്യ. അപ്പോൾ അതിൽ ഖദീമുൻ എന്നുള്ളതും യുമല്ലു എന്നുള്ളതും ഖൗലിൻ പിന്നെ ഫിഅലിൻ. അപ്പം ഇതൊക്കെയാണ് അവിടെ പൂരിപ്പിച്ച് എഴുതാനുള്ളത്. രണ്ടാമത്തത്, ബിഹി അഷ്തഫി മിൻ കുല്ലി ദാഇൻ വനൂറു ദലീലുൻ ലിഖൽബി ഇൻദ ജഹ്ലി വഹൈറത്തി. അപ്പോൾ അവിടെ ഏതൊക്കെയാണ്? അഷ്തഫി എന്നുള്ളതും ദാഇൻ എന്നുള്ളതും ലിഖൽബി പിന്നെ ജഹ്ലി, ഇതൊക്കെയാണ് പൂരിപ്പിച്ച് എഴുതാനുള്ളത്. മൂന്നാമത്തത്, വ ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വ അൻസിതു ലഅല്ലക്കും തുർഹമൂൻ. അപ്പോൾ ഇവിടെ ഖുരിഅ എന്നുള്ളതും ഫസ്തമിഉ എന്നുള്ളതും വ അൻസിതു എന്നുള്ളതുമാണ് എഴുതാനുള്ളത്. ഇനി അഞ്ചാമത്തെ ഭാഗം നോക്കാം. നംലഉ ബിൽ മുനാസിബി. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് എടുത്തെഴുതുക. ഒന്നാമത്തത്, അഹ്ലുൽ മദീനത്തി ഖാനു യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടെ ആ ബ്രാക്കറ്റിലുള്ളതിൽ നിന്നും എടുത്തെഴുതാനുള്ളത് ഏതാണ്? ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെ വരും? അഹ്ലുൽ മദീന, മദീനക്കാർ കാനു ആയിരുന്നു, യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാഗതം ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ അതാണ് അവിടെ എഴുതാനുള്ളത്. പിന്നെ രണ്ടാമത്തത്, ഹഫറ ജിബ്രീലു അലൈഹിസ്സലാം ബിഇരി സംസം. അപ്പോൾ അവിടെ എഴുതാനുള്ളത് ഏതാണ്? ബിഇരി സംസം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഹഫറ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം കുടിച്ചു ബിഇറ കിണർ, എന്തിൻ്റെ? സംസം, സംസമിൻ്റെ. മൂന്നാമത്തത്, മുസ്തഖ്ബിലു ജലസ. ജലസയുടെ മുസ്തഖ്ബിൽ ഏതാണ്? യജ്ലിസു എന്നുള്ളതാണ്. അപ്പോൾ ആ ബ്രാക്കറ്റിൽ നിന്നും യജ്ലിസു എന്നത് എടുത്തെഴുതുക. നാലാമത്തത്, അത്വാലിബാനി യക്തുബാനി. 2 വിദ്യാർത്ഥികൾ യക്തുബാനി, അവർ 2 വിദ്യാർത്ഥികൾ എന്താക്കുന്നുണ്ട്? എഴുതുന്നുണ്ട് അദ്ദർസ, അവരുടെ പാഠങ്ങൾ. അപ്പോൾ അദ്ദർസ എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. അഞ്ചാമത്തത്, ഖറഅത്തുൽ ഖുർആന സ്വബാഹൻ. ഖറഅത്തു, ഞാൻ ഓതി, അൽ ഖുർആന, ഖുർആനിനെ, സ്വബാഹൻ, ഇപ്പോൾ രാവിലെ. അപ്പോൾ അതിൽ നിന്നും സ്വബാഹൻ എന്നുള്ളത് എടുത്തെഴുതുക. ഇനി ആറാമത്തത്, നുമയ്യിസുൽ മാലി വൽ മുലാരി. അപ്പോൾ ആ ബ്രാക്കറ്റിൽ മാലിയും കൊടുത്തിട്ടുണ്ട് മുലാരിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെയുള്ള ബോക്സിലേക്ക് മാലി വേർതിരിച്ചെഴുതാം, മുലാരി വേർതിരിച്ചെഴുതാം. അപ്പോൾ ഖറജ എന്നുള്ളത് ഏതാണ്? മാലിയാണ്. ഖറഅ എന്നുള്ളതും ജലസ എന്നുള്ളതും കതബ എന്നുള്ളതും മാലിയാണ്. മുലാരിയോ? യത്ലുഉ, യഅ്ബുദു, യഖൂലു, തദ്ഹബു. ഇതൊക്കെയാണ് ഏത്? മുലാരിയ. അപ്പം അത് രണ്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള ബോക്സിൽ ഫില്ല് ചെയ്യുക. ഇനി ഏഴാമത്തെ ഭാഗം, നക്തുബുൽ മുസന്ന വൽ ജംഉ ലിൽ അഫ്ആലിൽ ആതിയ. അപ്പോൾ താഴെ ജമ്മു മുസന്നയും എഴുതുക. അപ്പോൾ ഫസ്റ്റത്തെ ദറസ എന്നുള്ളതാണ്. അപ്പോൾ ദറസയുടെ മുസന്ന എങ്ങനെ വരും? ദറസ എന്ന് വരും. ജമ്മ് ദറസു. നസറയുടേത് നസറ, നസറു. ഫതഹയുടേത് ഫതഹ, ഫതഹു. നാമയുടേത് നാമ, നാമു. ഇനി കതബ വന്നാൽ കതബയുടേത് എങ്ങനെ വരും? കതബ, കതബ, കതബു. ഇനി എട്ടാമത്തത് നോക്കാം. നുതർജിമു, തർജിമ ചെയ്യാനാണ്. 2ഓളം ചോദ്യങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താക്കുക? ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എഴുതുക. ഒന്നാമത്തത്, വകാന ഇസ്മുൽ മദീനത്തി ഖബ്ലൽ ഹിജ്റത്തി യസ്രിബ്. അർത്ഥം എന്താണ്? ഹിജ്റയുടെ മുമ്പ് മദീനയുടെ പേര് യസ്രിബ് എന്നായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യഖ്ദുമുൽ മദീന. നബി തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ മദീനക്കാർ നബി തങ്ങളെ സ്വാഗതം ചെയ്തിരുന്നു. അപ്പോൾ അവിടെ സ്വാഗതം ചെയ്തിരുന്നു എന്നാണ് എഴുതേണ്ടത്. ഒൻപതാമത്തത്, നുജീബു.
ഹൽ ഖറഅത്തൽ ഖുർആന സ്വബാഹൻ. ഉത്തരം എഴുതാനാണ്. ഹൽ ഖറഅത്തൽ ഖുർആന സ്വബാഹൻ. ഹൽ ഖറഅത്ത നീ ഓതാറുണ്ടോ? അൽ ഖുർആന സ്വബാഹൻ രാവിലെ. അപ്പം ഉത്തരം എങ്ങനെയാണ്? ഖറഅത്തു ഞാൻ ഓതി അൽ ഖുർആനിനെ. ഇനി രണ്ടാമത്തത് അസ്വാബിഉൽ യദൈനി കം ഹിയ. എന്താണ് അർത്ഥം? രണ്ട് കൈകളിലും എത്ര വിരലുകളുണ്ട്? എത്രയാണ്? അശ്റത്തൻ. എത്രയാണ്? 10. ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.